ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു അടിപൊളി ഡെസേർട്ടായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. ബ്രെഡും പാലും കൊക്കോ പൗഡറും അങ്ങനെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവില്ലേ, ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയുന്നില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നിറയെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 ടീസ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കി എടുക്കണം, അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ മെൽറ്റ് ആയി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായി ഞാൻ ഇതിവിടെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നല്ല പോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറുകി വരും കേട്ടോ. ആ ഒരു സമയം വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്കിത് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളിത് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡിൻ്റെ 4 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ 2 ബ്രെഡ് വീതം നമുക്കിത് ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഒന്ന് സോക്കാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ മേലേക്കായി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിൻ്റെ മേലേക്ക് എങ്ങനെ തേച്ച് കൊടുക്കട്ടെ, എല്ലായിടത്തും എത്തുന്ന പോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം വീണ്ടും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. നമുക്കിതുപോലെ 2 ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഇതുപോലെ പാല് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട്, അപ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ. ഇതിൻ്റെ മേലേക്ക് വീണ്ടും നമുക്ക് ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലൊരു 3 ലെയർ ഞാൻ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നിങ്ങൾക്കൊരു ഡെസേർട്ടൊക്കെ കഴിക്കാൻ തോന്നിയാൽ ഇതുപോലെ ബ്രെഡും പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ബ്രെഡ് ഡെസേർട്ടെന്നോ കേക്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. ഇനി ഇതിലും ഈസി ആയിട്ട് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ 3ാമത്തെ ലെയറും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇനി ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് കൊണ്ട് നമുക്കിത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മേലേക്കായിട്ട് പാൽപ്പൊടി ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് എൻ്റെ ഒരു രീതിക്ക് ഞാൻ ചെയ്തെടുത്തേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ പാൽപ്പൊടി ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കൊക്കോ പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിലും ചോക്ലേറ്റിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്കിതിവിടെ കിട്ടുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്ത് അത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അവർക്കത് ബ്രെഡാണെന്ന് അറിയേ പോലും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്കും ബൈ ബൈ.